VS അച്യുതാനന്ദൻ അവിടെ നിന്നും നല്ല വിജയ ശതമാനം ഉണ്ടായപ്പോൾ കോപ്പി അടിച്ചിട്ടുള്ള വിജയമാണ് എന്നുള്ള പരാമർശം നടത്തി. അങ്ങനെ പിന്നെ നേരത്തെ സ്മൃതി പറഞ്ഞൊരു കാര്യം, VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ VS അച്യുതാനന്ദൻ മലപ്പുറത്തെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയോ? ഞാനത് പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. 2005 എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അന്ന് നാലകത്ത് സൂപ്പിയാണ്. നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ എൻട്രൻസ് റിസൾട്ടിന് കൂടുതൽ വിജയികൾ വരുന്ന സാഹചര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ വരുന്നു. സമ്പന്നരുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടോ? അന്ന് വലിയൊരു ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലമുണ്ട്. അന്ന് പരീക്ഷാ കൺട്രോളർ കൊടുത്തിരിക്കുന്നതാണ്. ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. അന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് എൻട്രൻസ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് പറഞ്ഞതിനെയാണ് മലപ്പുറത്തെ കോപ്പി അടിച്ചു. അങ്ങനെ ഒരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല VS അച്യുതാനന്ദൻ. അങ്ങനെ കോപ്പി അടിച്ചു എന്നൊരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പരക്കെ ഈ തെറ്റിദ്ധാരണ ഉയർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. അന്ന് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻട്രൻസ് പരീക്ഷ, SSLC പരീക്ഷയല്ല, എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് VS ഇതിന് മറുപടി പറയുന്നത്. അതിനുശേഷം പിന്നീട് വേറൊരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. CBIയുടെ ഒരു അന്വേഷണം വരുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഒരു സാനുവിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് ആ സാഹചര്യത്തിൽ ചോദ്യപേപ്പർ ചോർച്ച വരുന്ന സാഹചര്യത്തിലാണ്. നോക്കൂ, അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമല്ലേ? അത് SSLC പരീക്ഷയുമായി ബന്ധിപ്പിക്കുന്നതും അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മലപ്പുറത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതും വാസ്തവ വിരുദ്ധമാണ് എന്നാണ് എന്റെ ടേക്ക്.